ഓഹോ പതിയെ അതിനൊന്നും കളറാണ്. നീ ഇതിപ്പോ ആരെന്നും പറഞ്ഞ ഇങ്ങനെ, അതും ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് കണ്ടിച്ചെടുത്ത് അതിന്റെ കളറ് നോക്കിക്കാൻ എന്ത് രസമാന്ന്. നാണയില്ലല്ലോ ചോദിക്കാൻ. നാണ ഇച്ചിരിയെങ്കിലും ഉണ്ടാന്ന് നോക്കിയാണ്. ഒരു കഷ്ണം എങ്ങനെ തന്നാ മതി, നമ്മൾ കഴിച്ചാൽ ജ്യൂസ് അടിക്കുമ്പോ അത് പ്രത്യേകം. അതിന്റെ കളറ് എനിക്ക് പട്ടി അത് ഇച്ചിരി പോലും ഇല്ല. മതി. താങ്ക് യു. എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ റാഷിദ? അതായത് നമ്മൾ അതല്ല വിഷയം, പള്ളിയിൽ പോവാൻ നേരത്തെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ തന്നെ ഞാൻ എന്താന്നറിയാമോ, നമ്മളിത് ഇത് കുറച്ച് പേപ്പറിൽ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടു. അതിനകത്തോട്ട് എന്തുവാ? പാൽപ്പൊടി. പിന്നെ ഇനി എന്തുവാ? പഞ്ചസാര. വാരി തട്ടണം, ഒരുപാട് വാരി തട്ടി ഉള്ള ഷുഗറെല്ലാം കൂടെ കൂട്ടണ്ട. അതാണ് അടിപൊളി. കഴിച്ചത് വെള്ളം ഒഴിച്ചു, ശകലം വെള്ളം ഒഴിച്ചു. നെക്സ്റ്റ് ചുമയൊക്കെ വരും. അടിപൊളി. അതിൻ്റെ ഒരു കളർ നോക്കി അടിപൊളി, സൂപ്പർ. അയ്യോ സൂപ്പർ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. എല്ലാവർക്കും കൂടെ തികയണമെങ്കിൽ വെള്ളം ഒഴിച്ചേ പറ്റൂ. വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കണം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ റാഷിദ? പശുവിന് എടുക്കാൻ കൊള്ളായിരിക്കും ഇല്ല, അല്ലാതെ വേറെ എന്തെങ്കിലും എന്തോ അതിൻ്റെ കളർ കണ്ടിട്ട് കളയാൻ തോന്നുന്നില്ല. എന്നാൽ തിന്നാം. അങ്ങനെ സെർവ് ചെയ്യാനുള്ള സമയം. എനിക്ക് വയ്യ. കളറടി അടിപൊളി. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡിയായി. എൻ്റെ കളറ് കണ്ടിട്ട് തിന്നണോ കളയണോ? നല്ല അടിപൊളി, സൂപ്പർ. കുടിച്ചിട്ട് പറ ഉണ്ടാക്കിയൊരു എങ്ങനെയുണ്ടെന്ന് ജ്യൂസ്. കണ്ട ഏറ്റവും വലിയ ഗ്ലാസ് എടുത്ത് കൊണ്ടൊന്ന് പൊളിച്ചൊന്നും കുടിക്കണ്ട, നേരെ ഇരുന്ന് കുടിച്ചാൽ മതി. പറ അവസാന തുള്ളി അതിന്റെ അവസാന തുള്ളി വരെ കുടിച്ച് ഗ്ലാസ് നോക്കട്ടെ. അതിന് കഴിവണ്ടേ? ഗ്ലാസ് ചെയ്തു അടിപൊളിയായി. ഞാൻ കുടിച്ച ഗ്ലാസ്